എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 ചിത്തിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Pentacles, King of Pentacles, Five of Wands, Nine of Wands, Nine of Cups, Death and Rebirth എനർജിയാണ്. സോ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങളുടെ ആഗ്രഹ സബലീകരണം, ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ടു ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നതാണ്. കാരണം അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് വളരെയധികം ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടെൻഷൻസ് മാറിക്കിട്ടുന്നു. സാമ്പത്തികം എന്ന് പറയുമ്പോൾ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ള രീതിയിലെ കാര്യം, അതായത് കരിയർ സംബന്ധിച്ച് കുറച്ച് അതിലേക്ക് നമ്മൾക്ക് വരാം. കരിയറിനെ സംബന്ധിച്ച് എന്നിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ ശമ്പള വർധനവും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പ്രമോഷൻ, ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സർക്കാർ ജോലിയിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ട്രാൻസ്ഫർ, പ്രമോഷൻ പോലുള്ള കാര്യങ്ങളോ, സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ, PSC റിസൾട്ട് വരുന്നതോ അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ കയറുക, ഇതുപോലുള്ള കാര്യങ്ങളും സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ സാധ്യത കൂടുതൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ഭാഗ്യം ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഭാഗമൊന്നും നടക്കാത്തവരാണെങ്കിൽ ഭാഗമൊക്കെ നടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ളൊരു കുറച്ചധികം പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഭാഗം നടന്നിട്ട് നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് ആകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ആവാം. അതല്ല എങ്കിൽ നിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങൾ ഇതുവരെ ചിന്തിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് സത്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീട് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഒത്തിരി ആഗ്രഹിച്ച് കുറച്ച് നാളുകളായിട്ട് വീട് വയ്ക്കുന്നതിനെ സംബന്ധിക്കുന്ന കാര്യമാവാം. അപ്പൊ ആ ഒരു ആഗ്രഹം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടിട്ട് പലതും മാറ്റി വെക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് പൈസ അല്ലെങ്കിൽ സാമ്പത്തികം വരികയാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ വിവാഹം ഇത്യാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെലവുകളോ കാര്യങ്ങളോ ഒക്കെ ആവാം ഇതും സൂചിപ്പിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് അതുപോലുള്ള കാര്യങ്ങൾ, മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാനുള്ള സാഹചര്യമുണ്ട്. സ്പോർട്സ്, ആർട്സ് കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് ഇവിടെ ചില ആളുകൾ കൃഷി തുടങ്ങുന്നത്, അതായത് ജീവിതമാർഗമായിട്ടുള്ള രീതിയിലോ അല്ലാതെ ഇപ്പോ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം ആയിട്ടും ആവാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യണം. അത് ചിലപ്പോൾ ഇതുപോലെ കൃഷി സ്ഥലം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ റിട്ടയർമെന്റ് ഫേസിൽ നിൽക്കുന്നവരാണ്, റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അതായത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം, അതായത് പഠിത്തം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണെങ്കിൽ
അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സഹായ ഹസ്തങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പഠന ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഒരാൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ സഹകരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. കരിയർ സംബന്ധിച്ച് 5 of Wands ആൻഡ് 9 of Wands എനർജിയാണ്. 5 of Wands എനർജി പറയുമ്പോൾ കരിയറിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ശമ്പള വർധനവും കാര്യങ്ങളും സാമ്പത്തിക ഉന്നതി കാണിക്കുന്നുണ്ട്. ഇപ്പൊ പ്രൊമോഷനോ ട്രാൻസ്ഫറോ നല്ലൊരു പൊസിഷനിലേക്ക് ഹയർ പൊസിഷനിലേക്ക് പോവുക. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വർധനവ്, ശമ്പള വർധനവ് പോലുള്ള കാര്യങ്ങൾ. അതേസമയം തന്നെ ജോലിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഭയങ്കര കോമ്പറ്റീഷനാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ഈ ഫീൽഡിലെ സംബന്ധിക്കുന്ന കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ജോലിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോയതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും കൂടുകയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. അതേപോലെ 9 of Wands എനർജിയാണ്. നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ടോക്സിക് എൻവയൺമെന്റ് കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടാവും. നിങ്ങൾ ഒരു ടോക്സിസിറ്റി ഇവിടെ എവിടെയോ കാണുന്നുണ്ട്. അപ്പോ ഒരു പക്ഷേ അവരുടെ ജോലി നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാതെ മറ്റുള്ളവരുടെ ജോലി കൂടി നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോ പറയേണ്ടതിടത്ത് നോ പറയാനായിട്ട് തന്നെ നോ തന്നെ പറയുക എന്നുള്ളതാണ്. ഡിഫെൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറച്ച രീതിയിൽ സംസാരിക്കാം. കാരണം മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം എന്തെങ്കിലും വരികയാണെങ്കിൽ അവർ ചിലപ്പോൾ ചെയ്തെന്ന് വരില്ല. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം, സഹായമാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ 9 of Cups എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് മനസ്സിലിട്ടുകൊണ്ട് നടന്നിരുന്ന ഒരു സ്വപ്നമായിരിക്കും. സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ സൗഭാഗ്യമാണ്. പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് പ്രഗ്നൻസിയിലുള്ള ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കൺസീവ് ചെയ്തു എന്നുള്ളൊരു ശുഭസൂചകമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ശുഭവാർത്ത നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. എല്ലാവരെയും സംബന്ധിച്ച് ഒരേ കാര്യത്തിലായിരിക്കില്ല സന്തോഷം ഉണ്ടാവുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കും. എന്ത് തന്നെയായാലും നിങ്ങളുടെ ഒരു ആഗ്രഹം, വലിയൊരു ആഗ്രഹം, കുറെ നാളത്തേക്കുള്ള ഒരാഗ്രഹം നിങ്ങൾ സഫലമാക്കി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെത്ത് കാർഡാണ്. ഡെത്ത് ആൻഡ് റീബേർത്ത് എനർജിയാണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടോ ഈ ഒരു മാറ്റത്തെ സ്വീകരിക്കുന്നില്ല, മറിച്ച് ഇതിനെ ചെറുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ ഒരു മാറ്റം, അതായത് മാറ്റങ്ങൾ ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ സഹകരിച്ച് പോകണമെന്നില്ല. ഒരു സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മാറ്റം, അത് നല്ലതിനാണെങ്കിൽ പോലും ആ ഒരു മാറ്റം ചില ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ളതാണ് എന്നുള്ളത്, ഇതൊരു സൈക്കിളാണ്. അടുത്ത ഫേസിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതൊരു ആഘോഷമാക്കി തീർക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ കാലം പാസ്റ്റാണ്. പാസ്റ്റിൽ തന്നെ നിൽക്കാതെ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോവാം. ഈ ഒരു സൈക്കിൾ ഒരു റീബേർത്ത് ആണ്, ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ജീവിതമാണ്. ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉള്ള ഒരു ചുവടുവയ്പ് ആണ് ഈ വരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ശുഭമാണ്. മടിച്ചു നിൽക്കാതെ ആ ഒരു മാറ്റത്തെ സ്വീകരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. എപ്പോഴും ഒരേ സമയത്ത് ഒരിടത്ത് തന്നെ നിൽക്കുന്നത് ഈ ഒരു 10-12 വർഷമായിട്ട് നിങ്ങൾ ഒരേ ഫേസിലായിരിക്കാം. അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു മാറ്റം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഏത് ദേവതയെ അല്ലെങ്കിൽ ഏത് ദേവനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഉണ്ണിക്കണ്ണനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളവരെ സംബന്ധിച്ച് ഉണ്ണിക്കണ്ണൻ ഗുരുവായൂര് കണ്ണന് വെണ്ണ നിവേദ്യം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഇഷ്യൂസ് ഉള്ളവരെ എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതായത് ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു ഇതുപോലെയുള്ള തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ അതിനെ അതിൻ്റെതായിട്ടുള്ള ഒരു ലാഘവത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം അതിനുണ്ട്. എന്നിരുന്നാലും വലിയൊരു പർവ്വതമാക്കി അതിനെ മാറ്റാതെ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുക. ഗുരുവായൂർ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.